ഹലോ അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് ആയിട്ടാണ്. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ 45ാമത്തെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ചാനലിലൂടെ എംബ്രോയ്ഡറി ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 40ഓളം എംബ്രോയ്ഡറി സ്റ്റിച്ചസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സിൽ 5ാമത്തെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് അതിന് വേണ്ടത് നോക്കാം. ആദ്യം ഒരു എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഞാനൊരു പോപ്പിളിൻ്റെ ക്ലോത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഇങ്ങോട്ട് എംബ്രോയ്ഡറി സ്റ്റാൻഡിലാണ് കേട്ടോ ഞാൻ ആ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനായിട്ട് എംബ്രോയ്ഡറി ത്രെഡ് വേണം. ഞാൻ എംബ്രോയ്ഡറി ത്രെഡിൽ നിന്ന് 3 ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ബീഡും ഷുഗർ ബീഡും പിന്നെ അതുപോലെ സ്വീക്വൻസും കൂടിയും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു ഡിസൈൻ വരച്ചെടുക്കണമല്ലോ. അപ്പോൾ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ വരച്ചെടുത്തതാണ് നമ്മൾ ചെയ്യേണ്ട ഡിസൈന്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മളെ തംബ്നെയിലുള്ള ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ തംബ്നെയിലുള്ള പോലെ നമ്മൾ കൂട്ടിയിട്ട് സ്ലീവിൻ്റെ എൻഡിങ് പോർഷനിൽ ഇങ്ങനെ ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ കാണിക്കുന്നത്. വീഡിയോ ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ കൂട്ടി ചെയ്തിട്ടാണ് ഈ ഡിസൈൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ 2 നീഡിലിൽ ത്രെഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഒരു നീഡിലായാലും മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 3 ത്രെഡാക്കിയിട്ട് ഒരു നീഡിലിൽ ഇട്ടിട്ടുണ്ട്. 6 ത്രെഡാക്കിയിട്ട് ഒരു നീഡിലിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എങ്ങനെയാണ് നമ്മൾ പിസ്റ്റൽ സ്റ്റിച്ചൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം എംബ്രോയ്ഡറി ക്ലാസ്സിൽ പിസ്റ്റൽ സ്റ്റിച്ചിനെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനത്തെ പിസ്റ്റൽ സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ സ്വീക്വൻസ് വെച്ചിട്ട് പിസ്റ്റൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു. അതായത് സൂചി മുകളിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം കുറച്ച് അകലെ വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ഇടുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 ട്യൂബ് ബീഡ് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് 2 ട്യൂബ് ബീഡ് ഇട്ടിട്ട് അതിലൊരു ഷുഗർ ബീഡും കൂടെ ഇട്ടിട്ട് ഒന്ന് കുത്തിയിറക്കി. ഇങ്ങനത്തെ ഡിസൈനൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിൽ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാനൊരു സ്റ്റിച്ച് ബോർഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് സ്റ്റിച്ചൊന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെ വെച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നൊന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ ഡിസൈനിലേക്ക് കിടക്കാം കേട്ടോ. ഇതിൽ പിസ്റ്റൽ സ്റ്റിച്ച് ചെയ്യണ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിക്കണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വീഡിയോ നേരങ്ങത്തിൽ കാണുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ പിസ്റ്റൽ സ്റ്റിച്ചിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയിട്ട് കാണാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ വരച്ചെടുത്ത ഡിസൈനിൽ ബീഡ്സ് വർക്ക് ചെയ്യാമെന്നൊന്ന് നോക്കി നോക്കാം. ഞാനിങ്ങനെ കുറച്ച് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലൊരു ഫ്ലവർ പോലെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 2 ബീഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റെം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 2-3-4 2 ബീഡ് എടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടല്ലേ, അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് അവസാനത്തെ ഒരു 2 ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടെ എടുത്തിട്ട് അതിൽക്ക് ആഡ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാവും. ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആദ്യം സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒന്നിടവിട്ട രീതിയിൽ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൊന്നിടവിട്ട രീതിയിൽ പിസ്റ്റൽ സ്റ്റിച്ച് വെച്ചിട്ട് സ്വീക്വൻസ് വെച്ചിട്ടുള്ള ആ ഡിസൈനും പിന്നെ മറ്റേതിൽ നമുക്ക് 2 ബീഡും ഷുഗർ ബീഡും വെച്ചിട്ടുള്ള ഡിസൈനും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മുകളിൽ നമുക്ക് ആ ഫ്ലവറിൽ പിസ്റ്റൽ സ്റ്റിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൽ സ്റ്റിച്ചും സ്വീക്വൻസും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം.
നമ്മൾ വരച്ചെടുത്ത ലൈനിലൂടെ ഒന്ന് ഇടവിട്ടിട്ട് നമ്മൾ ഇതാ പിസ്റ്റൽ സ്റ്റിച്ചും സീക്വൻസും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 2 ബീഡും അതുപോലെ ഷുഗർ ബീഡും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിങ്ങിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. തംബ്നെയിൽ കാണിച്ച പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്.